ഇതെന്തിനും ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന നീ എങ്ങോട്ട് പോകണം? ഇത് നിന്നോടാ ചോദിച്ചേ, ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടാണ്? ഞാനേ താമസം അപ്പുറത്തോട്ട് മാറ്റി. കുക്കിയുടെ കൂടെ ഞാൻ അവിടെ നിന്നോളാം. അവൾ ഇനി എന്ന് ഇങ്ങോട്ട് വരുന്നു അന്നേ ഞാനും വരും. നീയൊക്കെ ഇതെന്തോ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നെ കൊണ്ടാക്കി താപ്പെട്ടെന്നോ? എന്റെ കൊച്ചിനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ലേ ചേട്ടത്തി? കർത്താവ് അത്രയ്ക്കും ദുഷ്ടനൊന്നുമല്ല ഹോബി. അതുകൊണ്ടല്ലേ അവളെ നമുക്കൊരു കുഴപ്പമില്ലാതെ തിരിച്ചു തന്നെ. ഇച്ചായനാണെ അവിടെ കിടന്ന് ഒരേ വിളി. യൂഞ്ചി ഇട്ടിട്ടാണെ പോവാനും മനസ്സില്ല. മമ്മി ധൈര്യമായിട്ട് വെക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നോളാം. നീ എങ്ങനെയാണ് ഇവിടെ വന്നേ? അവിടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കായിരുന്നു ഇങ്ങോട്ട് ചാടാൻ. പിന്നെ അവിടെ ഇരുന്ന് ബോറടിച്ചു. കൊള്ളാം, ബെഡ് റെസ്റ്റ് പറഞ്ഞ പെണ്ണ് ഇറങ്ങി നടക്കുന്നു. കൂടെ തുള്ളാനാവന്. ഇവിടെ വരെ അവൻ എന്നെ എടുത്തോണ്ടാവുന്നേ. എന്റെ നാടും എന്തൊരു വെയിറ്റ് ആടി നിനക്ക്. ചിമ്മി, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്റെ ഹോബി ഇതിനൊന്നും ഒരു മാങ്ങ തൊലി അറിഞ്ഞൂടെ. മമ്മി പോണെങ്കിൽ പോ, ഡെലിവറി ആകുമ്പോ വന്നാ മതി. ഇവളെ നോക്കാനായിട്ട് മമ്മി ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല. ഞാൻ പോയാൽ അവൾക്ക് സങ്കടമാവും ഇല്ലടി? എന്തിന്? എനിക്ക് സങ്കടമൊന്നുമില്ല, മമ്മി വയ്ക്കും. അതല്ലേലും പണ്ടേ അങ്ങനെ ആണല്ലോ. ജീനിയാണല്ലോ നിന്റെ മമ്മി, എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതല്ലേ. പിന്നെ പ്രസവം എടുക്കാൻ മാത്രം ഞാനെന്തിനാ? എന്റെ ജീനി മമ്മി തന്നെ എടുത്തോളൂ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. മമ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യും. നിൽക്കുന്നെങ്കിൽ നിൽക്കി, പോകുന്നെങ്കിൽ പോ. ചേട്ടത് ധൈര്യമായിട്ട് പോയിട്ടോ. യൂഞ്ചിയുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളില്ലേ, അതുപോലാണോ അവിടെ? എന്നാ ഞാൻ പോയിട്ടൊരു 3-4 മാസം കഴിഞ്ഞ് വരാം. മമ്മി ഡേറ്റ് ആവുമ്പോ വന്നാ മതി, അല്ലാതെ കിടന്ന് ഓടണ്ട. ഇവിടത്തിലും കരിങ്കല്ലാണ് നിറച്ചു വെച്ചേക്കുന്നത്. എന്തൊരു വെയിറ്റ്. ഇങ്ങേരെന്തിനാ പെട്ടിയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? അതെ, എങ്ങോട്ടാ ഈ പെട്ടിയും കിടക്കെ എടുത്ത്? ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വന്നാലല്ലേ നീ എന്നോട് വഴക്കൂടാൻ വരൂ. തന്റെ വായിൽ പഴം തിരികെ വെച്ചേക്കാണ്. എങ്ങോട്ടാണെന്ന് ഇവിടെ കടുവ തന്നോടാ ചോദിച്ചേ. ഇങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കണം അവള്. മമ്മി ഇതേ അവള് മുകളിൽ നിൽക്കുന്നു. ഒന്ന് പോയി പറ, ഇത്തിരി നേരമെങ്കിലും കിടക്കാൻ. വന്ന സമയം മുതൽ തുടങ്ങിയതാ അവളിങ്ങനെ നിൽക്കാനും നടക്കാനും. അല്ല, അവള് ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ഇതുവരെ കഴിച്ചില്ലേ അവള്? കുക്കി കഴിക്കാൻ എടുക്കട്ടെ? എടി മക്കളെ, കഴിക്കാൻ പറ. എനിക്ക് വേണ്ട. ഈ പെട്ടിയിലെന്താടി നീ വല്ല കരിങ്കല്ലെങ്ങാനാണോ കുത്തി നിറച്ചു വെച്ചേക്കുന്നത്? ഒന്ന് പോടാ അവിടെ. ഓ, നിനക്കുള്ളതായിരുന്നു. പിന്നെ നീ ആർക്കുള്ളതാണെന്നാ വിചാരിച്ചത്? അല്ല, നീ എന്തിനാ ഈ പെട്ടിയും കിടക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്? അവൾക്ക് അവിടെ ഇരുന്നപ്പോ ബോറടിക്കുന്നു. അതിന് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ നീ ഉണ്ടല്ലോ. കുക്കി, ഞാനിന്ന് പോകും കേട്ടോ. യുജൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ. നന്നായിട്ട് നോക്കിക്കോളണേ. ഇനി ഞാൻ ഒന്നേനെ നിന്നെ മരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴോ എന്റെ അമ്മച്ചി. അപ്പൊ പേടിയുണ്ട്. എന്താ? എന്തിനാ അവനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അങ്ങേർക്ക് മാത്രമേ തുറച്ചു നോക്കാവുള്ളൂ, എനിക്ക് നോക്കിയാൽ പറ്റൂലേ? എന്താടി യൂഞ്ചി? ഒന്നുമില്ല യൂഞ്ചി. ഓഹ്, ഉടനെ കാര്യം അറിയാൻ വന്നേക്കുന്നു. കണ്ണും കണ്ണും കഥകൾ കൈമാറും അനുരാഗമേ. യൂഞ്ചി മര്യാദയ്ക്കിരുന്നു, ഇല്ല നിനക്കായിരിക്കൂല, നിന്റെ കെട്ടുവനായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. നീ നോയിക്കോടി മോളെ, എത്ര വേണോ നോയിക്കോ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതല്ലെങ്കിലും പണ്ടേ എന്നെ കുരുക്കിൽ ചാടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്നിട്ട് കണ്ടവന്മാരുടെ തെറിവിളി മുഴുവൻ ഞാൻ നിന്ന് കേൾക്കണം. നിനക്കൊക്കെ അങ്ങ് പൊടിയും തട്ടി പോയാൽ മതി. അതെനിക്കിട്ടൊന്നും താങ്ങിയതല്ലേ. മതി മതി, കഴിച്ചിട്ട് അവിടെ എങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി കിടന്നേ. നീ ദാ നിന്റെ ബനാന മിൽക്ക്, ഇത് കുടിച്ചിട്ട് പോയി കുളിക്ക്. എന്നിട്ട് ആഹാരം കഴിച്ചിട്ട് കുറച്ചു നേരം പോയി കിടന്ന് ഉറങ്ങ്. മമ്മി ഉച്ചയ്ക്ക് കഴിക്കാൻ ഗുളികയില്ലേ? ആ ഉണ്ട്. എന്തിനാണോ എന്തോ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഇതിന് ഞാനിനി അങ്ങനെ മരുക്കും. എന്റെ അഭിപ്രായം കുക്കിയോടെല്ലാം പറയണമെന്ന് എത്രയും പെട്ടെന്ന്. അതിന് അവൻ സമ്മതിക്കണ്ടേ? നീ ഇങ്ങനെ അകൽച്ച കാണിക്കുമ്പോ നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട്. പക്ഷേ സഹിക്കല്ലാതെ വേറെ മാർഗമില്ലല്ലോ എനിക്ക്. രവി, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, പോയി കഴിച്ചിട്ട് വാ. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ഞങ്ങളെല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. അളിയ പറയടാ. അളിയ കൂക്കി എങ്ങോട്ടാ കൊണ്ടുപോയി? അവളെ കൊണ്ടുവന്നത് യോജിയുടെ വീട്ടിലാണ്. എനിക്ക് അവളെ ഒന്ന് കാണാൻ വരാനാ. അളിയ ഇപ്പൊ വരണ്ട, അവൾക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേക്കുന്നേ. ഞാൻ പറയാം അളിയ, എന്നിട്ട് വന്നാൽ മതി. എന്നാ ശരി അളിയ.
അളിയ ജാക്സനോടും കൂടി പറഞ്ഞേരെ. ആ പറഞ്ഞ കളിയാ, ശരിയല്ലേ എനിക്കാണ്. അലന് കൂക്കിയെ കാണും വരുന്നു. അറിയാലോ, അവന്മാര് രണ്ടും കൂടി വന്നാൽ പിന്നെ അവള് വെറുതെ ഇരിക്കൂല. അതുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനോട് മാത്രമല്ല, ജാക്സനോടും. കൂക്കി നിന്നെ നോക്കുന്നുണ്ട്, കണ്ടായിരുന്നു? ആ കണ്ടായിരുന്നു. അവൾക്ക് എന്നെ കൊല്ലാനുള്ള കളിയുണ്ട്. എടാ, കുഞ്ഞിന്റെ കാര്യം പറയണ്ട, കെട്ട് കഴിഞ്ഞെന്ന് പറയാൻ നമുക്ക്. വേണ്ടടാ, ഇപ്പൊ ഒന്നും പറയണ്ട. അവള് കുറച്ചും കൂടി ഓക്കെ ആവട്ടെ, അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എല്ലാം. അതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. എടാ പിള്ളേരെ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവന്നേ പെട്ടെന്ന്. ഇത് കുറെ ഉണ്ടല്ലോ. എനിക്ക് എഴുതാൻ നേരെയില്ലാത്തതുകൊണ്ടാ ഇതിൽ ചുരുക്കിയത്. ഇതെല്ലാം കൂടി വാങ്ങിപ്പറക്കി വരുമ്പോ 2 ദിവസം എടുക്കുമല്ലോ. എത്ര ദിവസം എടുത്താലും ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു തന്നേക്കണം. വേടാ, പെട്ടെന്ന് പോയിട്ട് വരാം. കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് പോയിട്ടോ. ഇവന്മാർ ഇത്ര പെട്ടെന്ന് പോയിട്ട് വന്നു. ആ ഇതാര്? അലനോ? ആന്റി, ഞാനൊന്ന് കൂക്കിയെ കണ്ടോട്ടെ. അതിനെന്താ, അവള് മുകളിലുണ്ട്, ചെല്ലി പോയി കണ്ടിട്ടോ. ഉറങ്ങുമായിരിക്കും, ഉണർത്തണ്ട. ആ എവിടെ ആയിരുന്നു? കാണാനില്ലായിരുന്നല്ലോ. അല്ല, ജാക്സൺ എവിടെ? കുറെ ദിവസമായാലും അവനെയും കണ്ടിട്ട്. അവനെ ഞാൻ വിളിച്ചില്ല. എന്താടാ, വഴക്കിട്ടോ രണ്ടു കൂടി? ഇല്ല, ഞാൻ വെറുതെ തന്നെ കാണാൻ വേണ്ടി വന്നതാ. തനിക്കിപ്പോ എങ്ങനെയുണ്ട്? തലയ്ക്കൊരു പെരുപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ചെവിയും ജിമിനും ഇവിടെ ഇല്ലേ? കുറച്ച് നേരത്തെ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എങ്ങോട്ട് പോയെന്നറിയില്ല. കുക്കി കഴിക്കാൻ കൊണ്ടുവരട്ടെ? ആ അലനപ്പോ വന്നു. കുറച്ചു നേരമായി. ലിസമ്മ ഇവന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുകൊടുത്തേ? വേണ്ടോ, ഞാൻ ഇറങ്ങാം. മമ്മി പറഞ്ഞ എല്ലാം ഉണ്ട്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നു? മമ്മി പിന്നെ ഞങ്ങളെ കുറിച്ച് എന്തോന്ന് വിചാരിച്ചു? നിങ്ങൾ ഇത്രയും മിടുക്കന്മാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പോയി കുക്കി ഒന്ന് നോക്കിയിട്ട് വരാം. അലൻ വന്നിട്ടുണ്ട് കുക്കിയെ കാണാൻ. അളിയാ, നിങ്ങളൊന്ന് പുറത്തോട്ട് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അളിയാ, ലിസ കുഞ്ഞിനെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ തീരുമാനം? അവള് തിരിച്ചു പോകുന്നില്ലെന്നാ പറഞ്ഞേ. ഇവിടെ എന്തെങ്കിലും ഒരു ജോബ് ശരിയാക്കി കൊടുക്കണം. പിന്നെ അവളുടെ കാര്യം അവളെ നോക്കിക്കോളും. അവളെ ഞാൻ വിവാഹം കഴിച്ചോളാം. അളിയ, നിനക്ക് വല്ല പ്രാന്തെങ്ങാനും ഉണ്ടാ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അളിയ, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. അവൾക്കും വേണ്ടി അളിയ നല്ലൊരു ലൈഫ്. അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ലിസ ഒറ്റയ്ക്കല്ല, അവൾക്കൊരു കുഞ്ഞു കൂടിയുണ്ട്. ആ ഉത്തരവാദിത്തം കൂടി നീ ഏൽക്കേണ്ടി വരും. ആ കുഞ്ഞിനെ കൂടി ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അളിയ, നിന്റെ അമ്മച്ചി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞത് അവൾക്ക് സമ്മതമാണ് ഇനി വിളിച്ചുകൊണ്ട് വരാനോ. ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ചെവി ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരത്തില്ല 2 പേർക്കും. മമ്മിയോട് ചെന്ന് പറയൂ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് തരാൻ. അതിനെന്തിനാ ആന്റിയെ വിളിക്കുന്നത്? ഞാൻ എടുത്തോണ്ട് തരാലോ. ലിസ, ലിസ, നീ ഇങ്ങനെ എത്ര നാൾ ഒറ്റയ്ക്ക് കഴിയും? നിനക്കും വേണ്ടി നല്ലൊരു ലൈഫ്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എനിക്കെന്റെ മോളല്ലേ, പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങളൊക്കെ അല്ലേ. അത് പോരെ ലിസ, നിനക്കും വേണം നല്ലൊരു ജീവിതം. നീ എന്താ പറഞ്ഞു വരുന്നത്? അലന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അവൻ നല്ല വയനാടി. നിന്നെ ഈ മോളെയും നന്നായിട്ട് നോക്കും. എനിക്ക് താല്പര്യമില്ല ചെവി ഇനി ഒരു മാരേജിന്. എടി, നീ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? നിന്റെ കുഞ്ഞിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ അവന് വിവാഹം കഴിക്കും. നോക്ക് ലിസ, അവൻ എങ്ങനെയും പുറത്തിറങ്ങും. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. പുറത്തിറങ്ങി ആദ്യം അന്വേഷിച്ചു വരുന്നത് നിന്നെ കുഞ്ഞിനെ ആയിരിക്കും. അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. അറിയാലോ, അവൻ കുക്കിയോട് ചെയ്തത്, ഞങ്ങളുടെ കുഞ്ഞിനോട് ചെയ്തത്. കുക്കിക്ക് സംഭവിച്ചതുപോലെ നിനക്കും ലില്ലിക്കുട്ടിക്കും സംഭവിക്കാതിരിക്കാനാ ഞാനീ പറയുന്നത്. ഇനി അയാളെ ദ്രോഹിക്കാൻ വന്ന അയാളെ ഞാൻ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. ചെവി, നീ ഉണ്ടാവില്ലേ എൻ്റെ മോൾക്ക്?
കുക്കി. ഓ, അപ്പൊ ചുമ്മയല്ല ലിസമ്മ തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത്. ഇതാണല്ലേ കാര്യം. ലിസ താഴെ വയ്ക്കും, ഞാൻ വരാം. കുക്കി എവിടെ നിൽക്കും പറയട്ടെ ഞാൻ. നീ എന്താ വിളിച്ചിട്ട് നിൽക്കാതെ പൊയ്ക്കളഞ്ഞത്? എനിക്ക് അയാളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ വയ്യ. ദേ കുക്കി, അവളുടെ കെട്ട് കഴിഞ്ഞതാ, ഒരു കൊച്ചുകൊണ്ട്. വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് അനാവശ്യം കാണിക്കാം, ഞാൻ പറയുന്നതല്ല തെറ്റല്ലേ? ഒന്ന് ഹഗ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? ഏയ്, നിങ്ങൾ ചെയ്യുന്നതൊന്നും തെറ്റല്ല, ഞാനെങ്ങനെ ചെയ്താലേ തെറ്റുള്ളൂ. ഞാനിപ്പോൾ ലിസയെ ഹഗ് ചെയ്തപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? അത് തന്നെയാണ് എനിക്കും ഒന്ന് തോന്നിയത്. നിനക്ക് ജാക്സനോ അല്ലനോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് ലിസയും. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും നീ മാത്രമേ ഉള്ളൂ. അതിലൊരു സംശയവും വേണ്ട നിനക്ക്. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നെ മനസ്സിൽ കൊണ്ടു നടക്കാൻ. നീ പറഞ്ഞാലേ എനിക്ക് നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. അങ്ങനെ കണ്ടവന്മാരൊന്നും എന്നെ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഞാൻ നിന്റെ കെട്ടിയവനാണെന്നൊന്ന് വിചാരിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അതിലും ഭേദം ഞാനങ്ങ് തൂങ്ങിച്ചാവുന്നത്. എനിക്ക് വഴക്ക് കൂടാൻ ഒരു താല്പര്യമില്ല. മോള് ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. പോയി നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. എന്നാലേ നമ്മുടെ കെട്ട് പെട്ടെന്ന് നടത്താൻ പറ്റും. അത് നിങ്ങളങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയാ. ഞാനല്ല, നമ്മുടെ പേരൻസ് അത് തീരുമാനിച്ചേ. ഇനി ആര് തീരുമാനിച്ചാലും ഞാൻ സമ്മതിച്ചാലല്ലേ നടക്കൂ. നീ സമ്മതിക്കും. നിന്നെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് തട്ടിക്കളിക്കാനായിട്ട് കൂക്കിയെ ഇനി കിട്ടില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്ക്. പറ്റൂല, എനിക്ക് നിന്നെ മതി. ഇരുന്നോ, ഇപ്പൊ കിട്ടും. എടോ, താനിങ്ങനെ എത്ര നാളെ ടിവിയുടെ വീട്ടിൽ നിൽക്കും? താൻ ഇനിയും ഇവിടെ നിന്ന് ടിവിയുടെയും കുക്കിയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എനിക്കറിയാം തനിക്ക് പോകാൻ മറ്റൊരിടയില്ല. ഇടോ ഞാൻ തന്നെ വിവാഹം കഴിച്ചോളാം. ലില്ലിക്കുട്ടിയെ ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കോളാം. തനിക്ക് മോൾക്കും അവിടെ ഒരു കുറവും ഉണ്ടാവില്ല.